ഈ കടുവ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഞാൻ 2019 തുടക്കത്തിൽ എപ്പോഴാണ് എന്റെ സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ആദ്യം കേൾക്കുന്നത് തന്നെ ആഡം ജോന്റെ സമയത്ത് ജിനു എന്നോടൊരു ഒരു കഥ പോലെ ഇങ്ങനെ ഒരു തോട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം ജിനു എൻ്റെ അടുത്തൊരു ഫുള്ളി റിട്ടൺ സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരുന്നത്. 2019 ബിഗിനിങ്ങിൽ എപ്പോഴാണ് എന്റെ സ്ക്രിപ്റ്റ് കേട്ടത്. അന്ന് 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് തന്നെ കുറെ നാളായില്ല ഇങ്ങനൊരു സാധനം കേട്ടിട്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അടുത്ത് ചെയ്യാൻ പോകുന്നതും മലയാളത്തിൽ കൺസിസ്റ്റന്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം നമുക്കറിയാവുന്ന പോലെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മനോഹരമായ സിനിമകൾ നമ്മുടെ ഒരു നല്ല ഫേസ് ആണ്. പക്ഷെ ഈ ഒരു ജോണർ ഇത്തരത്തിലുള്ള ഒരു സിനിമകൾ മാത്രം സംഭവിക്കാതിരിക്കുന്നുണ്ടോ നമ്മുടെ ഇൻഡസ്ട്രി എന്നുള്ള ചിന്ത അന്നേ എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 3 വർഷങ്ങൾക്ക് ശേഷം കടുവ റിലീസാകുന്ന സമയമാകുമ്പോൾ ഒരുപാട് സിനിമാ സ്നേഹികൾ ഷെയർ ചെയ്യുന്ന ഒരു സെന്റിമെന്റ് ആണ് അതല്ലേ. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഈ മാസ് ആക്ഷൻ എന്റർടൈനേഴ്സ് ഉണ്ടാകുന്നില്ല, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആ ജോണർ എവിടെയോ നമ്മൾ കൈവിട്ടു പോകുന്നു എന്നുള്ളൊരു തോന്നൽ. അപ്പൊ ആ ഒരു ഫൊഗോട്ടൺ ജോണറിന്റെ ഒരു എവേക്കനിങ് ആകട്ടെ ഈ സിനിമ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് ഒരു 90കളുടെ തുടക്കത്തിൽ പാലാ കാഞ്ഞിരപ്പള്ളി ബെൽറ്റിൽ നടക്കുന്ന ഒരു കഥയാണ്, ഒരു നാടൻ അടിപ്പടം ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടോണ്ടിരുന്നപ്പോൾ ഫുൾ എന്റെ മനസ്സിലേക്ക് വന്ന് നമ്മൾ ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഈ ചില കണ്ട സിനിമകളുടെ റെഫറൻസസും ഓർമ്മകളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. അപ്പൊ എന്റെ മനസ്സിലേക്ക് അങ്ങനെ ഓടിയെത്തിയ നമ്മൾ ചെറുപ്പകാലത്ത് തിയേറ്ററിൽ പോയി ഫസ്റ്റ് കണ്ട് കൈയടിച്ച ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും സുരേഷ് ഏട്ടന്റെയും ഒക്കെ സിനിമകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോൾ അതിൽ ഭൂരിഭാഗവും ആക്ച്വലി ഷാജിയേട്ടന്റെ സിനിമകളെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനത്തെ മേക്കിംഗ്, അങ്ങനത്തെ ടേക്കിങ്സ്, അത്തരത്തിലുള്ള ക്യാമറ മൂവ്മെന്റ്സും ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനാണ് ആദ്യം ഷാജിയേട്ടനെ വിളിച്ചത്. അദ്ദേഹം വിളിച്ചിട്ട് ഷാജിയേട്ടൻ ഒരു സ്ക്രിപ്റ്റ് ഞാൻ കേട്ടു. അന്ന് 2019 തന്നെ അദ്ദേഹം മലയാളത്തിൽ ഒരു സിനിമ ചെയ്തിട്ട് എനിക്ക് ഓർമ്മ ശരിയാണ് 6-7 വർഷങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞു ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഇതാണ് ഷാജിയേട്ടനെ തിരിച്ച് മലയാളത്തിലേക്ക് ഒരു തിരിച്ചുവരവായിട്ട് കാണേണ്ട സിനിമ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഷാജിയേട്ടൻ ചെയ്യണം. ഷാജിയേട്ടൻ ചെയ്താൽ ഇതിൽ ഞാൻ അഭിനയിക്കാം, ഞാനിത് നിർമ്മിക്കുകയും ചെയ്യാം, എൻ്റെ സുഹൃത്ത് റിച്ചിനുമായിട്ട് ചേർന്ന് നിർമ്മിക്കുകയും ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. ഷാജിയേട്ടൻ സ്ക്രിപ്റ്റ് വായിച്ചു, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതൊരു ഷാജി കൈലാസ് സിനിമയായി മാറുന്നത്. ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഇത് 100% ഒരു ഷാജി കൈലാസ് സിനിമയാണ്. ഷാജിയേട്ടൻ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെട്ട, കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഷാജി കൈലാസ് സിനിമ കാണാൻ പണ്ട് നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ എന്തൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചായിരുന്നു പോയത്, അതെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് കടുവ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്ക് ഈ സിനിമ വർക്കാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ടും നിർമ്മിച്ച സിനിമ ആയതുകൊണ്ടും. പക്ഷെ അതിലുപരി എനിക്ക് തോന്നുന്നു ഈ സിനിമ വർക്കായാൽ ചിലപ്പോൾ ഇനിയും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വൈൽ ഇത്തരത്തിലുള്ള ഈ മാസ് മസാല ആക്ഷൻ എന്റർടൈനേഴ്സും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഒരു റെക്കറിംഗ് നറേറ്റീവ് ആണ് നമുക്കിടയിൽ. ഈ നല്ല ആക്ഷൻ സിനിമകൾ കാണണമെങ്കിൽ അല്ലെങ്കിൽ നല്ല മാസ് എന്റർടൈനേഴ്സ് കാണണമെങ്കിൽ അന്യഭാഷാ ചിത്രങ്ങൾ കാണണം എന്നുള്ളത്. ആ നറേറ്റീവ് നമുക്ക് നിർത്തണം. മലയാളത്തിലും അത്തരം സിനിമകൾ വേണം. നമ്മൾ സൃഷ്ടിക്കുന്ന മനോഹരമായ റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇന്റലക്ച്വൽ ആയിട്ടുള്ള, സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള സിനിമകൾക്കിടയിൽ ഇത്തരം സിനിമകൾക്കും ഒരു സ്പേസ് ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോഴാണ് ഒരു ഇൻഡസ്ട്രി ഫുള്ളി മൾട്ടി ഫെസറ്റഡ് ആകുന്നത്. സോ അതാണ് എൻ്റെ ഒരു പ്രതീക്ഷയും ആഗ്രഹവും. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. ഈ ഒരു ആക്ഷൻ മാസ് മൂവി അല്ലെ, ഇപ്പോ വൺ സൈഡിൽ പൃഥ്വിരാജ് ആണെങ്കിൽ ദ അതർ സൈഡ് ഇഫ് യു സേ ഇറ്റ്സ് എ വാർ, ദ അതർ സൈഡ് ഷുഡ് ബി സൂപ്പർ സ്ട്രോങ്. അപ്പൊ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈഡാണ് അപ്പുറത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം, റൈറ്റ്? ആൻഡ് ഹൗ ഇസ് ദാറ്റ്? എനിക്ക് തോന്നി നമ്മൾ ഈ മലയാള സിനിമകളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യമെന്ന് മറ്റ് ഭാഷകളിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന റൈറ്റിംഗ് ആണ്. നമ്മളിപ്പോൾ ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ മൗണ്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള, വളരെ സൽഗുണസമ്പന്നനായ ഒരു നായകനും എല്ലാ കുഴപ്പങ്ങളും ഉള്ളൊരു വില്ലനും, അത്തരത്തിലുള്ള ഒരു നെറേറ്റീവ് അല്ല നമ്മുടെ സിനിമകൾക്ക് ഉണ്ടാകാറുള്ളത്. കടുവയിലും ആ ഗുണമുണ്ട്. ഞാൻ തമാശയ്ക്ക് എപ്പോഴും പറയും, സച്ചി തുടങ്ങി വെച്ച ഈ ഒരു മെയിൽ ഈഗോ ബേസ്ഡ് സിനിമകളുടെ ട്രിലജിയാണ് ഞാൻ കടുവയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം ഡ്രൈവിംഗ് ലൈസൻസും അയ്യപ്പനും ഘോഷിയും കടുവയും. ഇപ്പൊ കടുവയുടെയും പ്ലോട്ടിന്റെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് 2 വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഒരു ഈഗോ ഇഷ്യൂ ആണ്. വളരെ ചെറിയൊരു സാധനമാണത്. ഇവർ രണ്ടുപേരും ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ചാൽ 5 മിനിറ്റിൽ തീരാവുന്ന ഒരു ഇഷ്യൂ ആണത്. പക്ഷെ 2 പേരുടെയും പേഴ്സണാലിറ്റി എന്താന്ന് വെച്ചാൽ അത് വേണ്ട, ഞാൻ അങ്ങനെ ഇപ്പോ അവനെ പോയി കണ്ട് സോറി പറയുന്നില്ല എന്ന് പറഞ്ഞ് തുടങ്ങി ഇതിങ്ങനെ വലുതായി കടുവയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിഞ്ഞതൊരു സ്റ്റേറ്റ് മെഷീനറിയും സ്റ്റേറ്റ് ഗവൺമെന്റും പോലീസ് ഫോഴ്സും എല്ലാവരും ഇൻവോൾവ് ആകുന്ന ഒരു വലിപ്പത്തിലേക്ക് അത് വളരുന്നൊരു പ്രവണതയാണ് കടുവയുടെ കഥയുടെ. മാത്രമല്ല അയ്യപ്പനും കോശിയും എന്നൊക്കെ പറയുന്ന സിനിമകൾ വളരെ റൂട്ടഡായി, റിയലായി,
ഡ്രമാറ്റിക് അല്ലാത്ത രീതിയിൽ അവതരിപ്പിച്ച സിനിമയാണ്. കടുവ അങ്ങനെയല്ല. കടുവ എല്ലാ സിനിമാറ്റിക് ലിബർട്ടീസും എടുത്ത ഒരു മെയിൻ സ്ട്രീം മാസ് ആക്ഷൻ എന്റർടൈനറിന്റെ സിനിമാറ്റിക് ലാംഗ്വേജിൽ പറയുന്ന ഒരു കഥയാണ്. അപ്പൊ ഇതില് ഒരാൾ നല്ലവൻ മറ്റൊരാൾ മോശക്കാരൻ എന്നുള്ളൊരു വേർതിരിവല്ല. ഈ രണ്ടുപേർക്കും ശരികളും തെറ്റുകളും ഉണ്ട്. രണ്ടുപേരും ഈ കഥയുടെ പല ഭാഗങ്ങളിലായി തെറ്റുകളും ശരികളും ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ഈക്വലി പവർഫുൾ ആയിരിക്കണം എന്ന് ഈ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ട്. ഈ രണ്ടും ഈക്വൽ ഫോഴ്സസ് ആണ്. ഒരു ഇമ്മൂവബിൾ ഓബ്ജക്ട് മീറ്റിംഗ് അൺസ്റ്റോപ്പബിൾ ഫോഴ്സ് എന്ന് പറയുന്ന പോലെ രണ്ടുപേരും ഈക്വൽ ഫോഴ്സസ് ആണെന്നുള്ളൊരു തോന്നൽ കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാകണമെന്നുള്ളത് ഈ സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിന് ഞങ്ങൾ കാസ്റ്റിംഗ് ഓപ്ഷൻസിനെ പറ്റി ആലോചിച്ചപ്പോൾ ഞാനാണ് വിവേകിന്റെ പേര് ആദ്യം സജസ്റ്റ് ചെയ്തത്. വിവേകിന്റെ പേര് പറഞ്ഞ ഉടനെ എല്ലാവരും ഇമ്മീഡിയറ്റ്ലി അയ്യോ മൂപ്പര് വന്ന ഉഗ്രനായിരിക്കും, മൂപ്പരെ ഞാൻ കൊണ്ടുവരുമല്ലോ. അങ്ങനെയാണ് ഞാൻ വിളിച്ച് യു ഹാവ് ടു ഗോ ആൻഡ് ഡു ദിസ് ഫോർ മീ എന്ന് പറഞ്ഞു. ഞങ്ങൾ ലൂസിഫർ മുതൽ വലിയ സുഹൃത്തുക്കളാണ്. നമ്മള് ഇൻഫാക്ട് അങ്ങനെ എപ്പോഴും സംഭവിക്കാറില്ല. നമ്മളൊരു സിനിമ ചെയ്തിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി അത് സിനിമയ്ക്ക് വെളിയിലും ആ റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് ഡസന്റ് ഹാപ്പൻ വിത്ത് എവറി വൺ ആഫ്റ്റർ എവറി ഫിലിം. But Vivek and me are now truly, we share a bond beyond cinema. Our families know each other. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാൻ വേറെ ചോദ്യമൊന്നും വേണ്ട, ഇത്രയും വരണമെന്ന് പറഞ്ഞു. ഒരു ഈ പറയുന്ന പോലെ നിങ്ങൾ കാണുന്ന പോലെ അല്ല ആക്ച്വലി. വിവേകിന് സിനിമയ്ക്ക് വെളിയിൽ ഒരുപാട് തിരക്കുകളുള്ള ഒരാളാണ്. അതെനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് സോ അതെനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളായതുകൊണ്ട് വിവേക് ആ സമയം കണ്ടെത്തി എനിക്ക് വേണ്ടി ഇത്രയും പ്രശ്നങ്ങൾ, സ്റ്റോപ്പേജസും വീണ്ടും ഷെഡ്യൂളുകളും ഒക്കെ ആയ ഒരു സിനിമയ്ക്ക് ഓരോ പ്രാവശ്യവും സമയം കണ്ടെത്തി എനിക്ക് വേണ്ടി സിനിമ ഒന്ന് ചെയ്തു എന്ന് പറയുന്ന എത്ര വലിയൊരു എഫേർട്ട് ആയിരുന്നു എന്നുള്ളത് മറ്റാരേക്കാളും എനിക്കറിയാം. ഐ വിൽ ഫോർഎവർ ബി താങ്ക്ഫുൾ ടു ഹിം ഫോർ ദാറ്റ്. ഇതിലെ ജോസഫ് ചാണ്ടി എന്ന് പറയുന്ന കഥാപാത്രം വിവേക് ഓബ്റോയ് എന്ന നടൻ ചെയ്തു എന്നത് 100% ഈ സിനിമയ്ക്കാണ് ഗുണം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്നും വിവേകിനെ ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടർ എന്ന നിലയ്ക്ക് ഐ ക്യാൻ കോൺഫിഡന്റ്ലി സേ ഹീസ് നോവെയർ നിയർ ഫുള്ളി എക്സ്പ്ലോർഡ് ആസ് എൻ ആക്ടർ. സംസാരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഞാനും പൃഥ്വിരാജുമായിട്ട് രാജു മുമ്പേ പറഞ്ഞു 3 എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ എഗ്രിമെന്റിൽ തന്നെയുണ്ട് സംസാരിക്കാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും പുള്ളി തന്നെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്ത് അപ്പോൾ കൊണ്ടിട്ട് പുള്ളി തന്നെ അതെല്ലാം ക്ലാരിഫൈ ഈവൻ ചെയ്യുന്നതാണ്. അല്ല അതാണ്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു സിനിമ ഇപ്പോൾ ഞാൻ കുറേയധികം സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിർമ്മിച്ച സിനിമകളിൽ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ ഒരു സിനിമയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫൈറ്റുകൾ ഷാജോന്റെ സിനിമയായിരുന്നു, പക്ഷെ അത് മാറി. ഫൈറ്റുകൾ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. ഒത്തിരി ദിവസം ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതുപോലെ തന്നെ ഈ കോവിഡിൻ്റെ ഒരു ഏറ്റവും പീക്ക് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറേ ഷെഡ്യൂളുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതാണെങ്കിൽ തന്നെ ആദ്യം ഈ പാൻ ഇന്ത്യൻ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഹൈദരാബാദിൽ, ബാംഗ്ലൂർ, ചെന്നൈയിൽ എല്ലായിടത്തും പോയി തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു പങ്കാളിയായിട്ടുണ്ട്. ഇതൊന്ന് മലയാള ഇൻഡസ്ട്രി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ മറ്റു ലാംഗ്വേജിൽ നിന്ന് വരുന്ന സിനിമകൾ ഇവിടെ എടുക്കുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അതിന് ക്ലാപ്പടിക്കുന്നു, അതിനൊരു ഭയങ്കര ഇനിഷ്യൽ ഉണ്ടാകുന്നു. അപ്പം നമ്മുടെ അതായത് ഈ റിയലിസ്റ്റിക് സിനിമകളാണ് കൂടുതൽ ഇവൻ എടുത്തുകൊണ്ടിട്ടിരിക്കുന്നത്. അപ്പം അതൊന്ന് മാറി രാജുവിന് തന്നെ പേടിയാണ് ചില സമയത്ത്. ഇതെന്താണ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇവര് അങ്ങനെ ആ അർത്ഥത്തിൽ തന്നെ എടുക്കുമോ എന്നുള്ളത് തന്നെ. ഞാൻ പറഞ്ഞു രാജു ഒരു ധൈര്യം കാട്ടിയാലേ ഉള്ളൂ മറ്റുള്ളവർക്ക് കൂടെ ഇപ്പം ഇവൻ ഇത് ചെയ്യാനായിട്ട് ഇവൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇത് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ രാജുവിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് നമ്മൾ ഇതൊക്കെ കാട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോന്നലാണ്. പിന്നെ രാജുവിന്റെ ഒരു തീരുമാനം അറിയാലോ, കൂവെങ്കിൽ കൂവട്ടെ, കുഴപ്പമില്ല, നമുക്കത് ഇതല്ല ഇതിന്റെ അപ്പുറവും കണ്ടിട്ടുള്ളതാണ് എന്നുള്ള ലെവലിലാണ് രാജു ഇരിക്കുന്നത്. സോ അതുകൊണ്ടിട്ട് കടുവയിൽ നമ്മളൊരു വീണ്ടും ഒരു പരീക്ഷണം നടത്തുകയാണ്. സോ ഇതിൻ്റെ അകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം ഇനി ഹായിക്കായിട്ട് വന്നിട്ടില്ല, ജിനു വന്നിട്ടില്ല. അപ്പം അവരെല്ലാം ഇപ്പോഴും ഇതിൻ്റെ വർക്കുകൾ തീർന്നിട്ടില്ല, അതുകൊണ്ടിട്ടാണ് വരാത്തത്. പിന്നെ വിവേക് ഒബ്രോയ് ഈ സിനിമയിൽ രാജുവിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് അഭിനയിച്ച അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. നമ്മളിപ്പം സിനിമയിലൊക്കെ ഇപ്പം പറയാം, എല്ലാവരും വന്നിട്ട് അഭിനയിച്ച് കഴിയുമ്പോൾ ബിഫോർ ഡബിങ്ങിന് മുമ്പ് പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ട് പോകുന്നവരാണ് എല്ലാവരും. കാര്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടിട്ട്
പക്ഷെ വിവേക് ഒബ്രോയിനെ സംബന്ധിച്ച് അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞിട്ടാണ് ഫുൾ പൈസ പോലും പീവൻ വാങ്ങിച്ചത്. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു വണ്ടറിങ് ആണ്. ഇപ്പം ഷാജോണിനൊക്കെ ചിലപ്പോൾ സംശയമുണ്ട്. കാര്യം ഷാജോൺ പറഞ്ഞെന്തോ ഒരു പിടിയില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ സ്ഥലം വാങ്ങലുണ്ട്, ഫ്ലാറ്റ് വാങ്ങലുണ്ട്, ഫ്ലാറ്റ് മെയിൻ്റനൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് വാങ്ങും. അപ്പൊ അതുകൊണ്ടിട്ട് ഒരു ഡിഫറെന്റ് അനുഭവമായിരുന്നു ഫ്രം വിവേക് ഒബ്രോയ്. നോ പ്രോബ്ലം. സോ അതുകൊണ്ടിട്ട് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയാണ്. നിങ്ങളുടെ എല്ലാം വലിയ സപ്പോർട്ട്, അനുഗ്രഹം, പ്രാർത്ഥന, ഹെൽപ്പ് ഒക്കെ ഈ സിനിമയ്ക്ക് ആവശ്യമാണ്. കാര്യം ഈ സിനിമ നിങ്ങൾക്ക് ഒട്ടും കൊള്ളത്തില്ലെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് തന്നെ എഴുതിക്കുള്ളൂ. പക്ഷെ നമുക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട് ഈ സിനിമ ഒരു ബോറടിപ്പിക്കുന്ന സിനിമയായിരിക്കത്തില്ല, ഒരു കൈയടിപ്പിക്കുന്ന സിനിമയാണെന്നുള്ളൊരു ഇത് കണ്ടതിൻ്റെ സ്ഥിതിക്ക് നമ്മൾ 2-3 പ്രാവശ്യം കണ്ടു, പലരെ കൊണ്ടിട്ട് കാണിച്ചു, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് അങ്ങനെ പല ആൾക്കാർ ഇത് കണ്ടു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 2 മണിക്കൂർ 30 മിനിറ്റ്സ് ഈ സിനിമയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് എന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം, അല്ലെങ്കിൽ ഈ സിനിമ കണ്ടവരുടെ ഒരു വിശ്വാസം. അതിൻ്റെ ഒരു ബലത്തിൽ തന്നെ പറയട്ടെ. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ തിയേറ്റർ നമ്മൾ മാക്സിമം തിയേറ്ററുകൾ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഒരു 350 തിയേറ്ററുകളോളം നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. തിയേറ്ററുകാർ തന്നെ ചോദിക്കുകയാണ് ഈ സിനിമ നമുക്ക് വേണമെന്ന്. കാര്യം അവർക്കും ഒരു പ്രതീക്ഷ കൊടുക്കാനായിട്ട് ഇതുവരെയുള്ള പബ്ലിസിറ്റി ആയിക്കോട്ടെ, ഈ സിനിമയുടെ വന്ന ടീസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടീസറുകളായിക്കോട്ടെ, ഒക്കെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വിശ്വാസം ആ ഇംപ്രഷന് ഒത്ത് അല്ലെ അതിന് മേളിലൊരു സിനിമ തരാനായിട്ട് പറ്റും. ഷായിജേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു, ആക്ച്വലി ഞാൻ വന്ന് വലുതായിട്ട് പറയുന്നില്ല, ഇവന്മാർ മിക്കവാറും എനിക്ക് ട്രോളാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വന്ന് കമൻ്റ് അടിക്കുന്നില്ല, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പറയാം ഇതാടാ ഞാൻ എടുത്തു വെച്ച സിനിമ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഷായിജേട്ടൻ. അതുകൊണ്ടിട്ട് എല്ലാവരുടെയും വരാത്തവരുടെയും പേരിലുള്ള ഒരു താങ്ക്സ് ഇവൻ പറയുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഇവരുടെ രണ്ടുപേരുടെ അസോസിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിമാനം, അത് കഴിഞ്ഞ് ഇപ്പോ ലൈക്ക് വി ഹാഡ് ഡ്രൈവിംഗ് ലൈസൻസ്, ജനഗണമന, ഇപ്പൊ കടുവ, ലൈക്ക് ഒക്കെ ഹിറ്റിൽ നിന്ന് ഹിറ്റിലേക്ക് വെച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു മൾട്ടി ലിംഗ്വൽ ഒരു 5 ലാംഗ്വേജസിൽ ഒരു അടിപൊളി റിലീസ് വരുന്നു. ആൻഡ് ഇത് കഴിഞ്ഞ് അടുത്ത മൂവി നോക്കുവാണെങ്കിലും ഗോൾഡ് ഇസ് കമ്മിങ് ലൈക്ക് ഓൺ ദ വേ ഫോർ ഓണം റിലീസ് അല്ലേ. അപ്പോൾ വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓണം റിലീസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹോപ്പ്ഫുള്ളി. അൽഫോൺസ് ഇപ്പോഴും പ്രവർത്തനത്തിലാണ്. ഓക്കെ. ആൻഡ് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഈ ഒരു അസോസിയേഷൻ, ഒരു പ്രൊഡക്ഷൻ അസോസിയേഷനിൽ ചെന്ന് നിൽക്കുന്നത് ഇപ്പോൾ സെൽഫിയുടെ ഷൂട്ട് കഴിഞ്ഞു എന്ന് കേട്ടു, റൈറ്റ്? ലൈക്ക് അതും അക്ഷയ് കുമാർ സാർ ആൻഡ് ഇമ്രാൻ ഹാഷ്മി രണ്ടുപേരും ഒരുമിച്ച് വരുന്നു, അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. സോ കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസുമായിട്ടുള്ള ഒരു അസോസിയേഷൻ വന്നു. സോ ഇങ്ങനെ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ഈ ചോദ്യം പൃഥ്വിരാജിനോടാണല്ല, ലിസ്ണിനോടാണ് ഈ ഒരു ചോദ്യം. അക്ഷയ് കുമാർ ഇന്നലെ വൈകിട്ടോട് വിളിച്ചുള്ളൂ, എപ്പോഴാണ് അടുത്ത സിനിമ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു എപ്പോഴാണ് അടുത്ത സിനിമ, ഞാൻ പറഞ്ഞു ഈ വർഷം എപ്പോഴാണെങ്കിലും ചെയ്യാൻ നോ പ്രോബ്ലം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആണല്ലോ. ഓക്കെ. ലിസ്ണിയുടെ ചോദ്യം ഇതാണ്, വളരെ സിമ്പിൾ ആണ്. പൃഥ്വിരാജ് സുകുമാരൻ ലിസ്റ്റിൻ ചേട്ടന്റെ ഭാഗ്യമാണോ അതോ ലിസ്റ്റിൻ ചേട്ടൻ പൃഥ്വിരാജ് സുകുമാരന്റെ ഭാഗ്യമാണോ? പൃഥ്വി ഇപ്പൊ സമ്മതിക്കത്തില്ല, പക്ഷെ മനസ്സിൽ പറയുന്നുണ്ട്, എടാ നീയാടാ എന്റെ ഭാഗ്യം, നീയാടാ എന്റെ ഭാഗ്യം എന്ന് പറയുന്നുണ്ട്. ആണോ? ഓക്കെ. എന്തായാലും എഗ്രിമെന്റ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഈ മൂവിനെ കുറിച്ച് കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയാൻ യു വുഡ് ബി ദ ബെസ്റ്റ് പേഴ്സൺ. കടുവ കുന്നിൽ കുറുവച്ചൻ, പ്ലീസ്. ഫസ്റ്റ്ലി എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും താങ്ക് യു എന്നോട് വന്നതിന്. No, I love Prithvi. I think he's a phenomenal powerhouse of talent. Only problem I have is he makes everybody insecure because he does so many things, man. I mean, yesterday I made a statement. I said that Prithviraj is Kerala's Kamal Haasan. I know it's a big statement to make, but look, he's able to act, dance, produce, edit, write, sing. Oh my God, what doesn't he do? Only Samyukta is safe. Even if he shaves, he can't do her role. Huh? So, no, but true, honestly, from the heart, really, really proud of this guy. He's so committed. He lives, breathes, eats, drinks, sleeps cinema. I mean, he's constantly, you see him, he's so focused and committed, and he loves cinema so deeply. And it's amazing to see that. He and I both shared a 20-year journey.
and he's 20 years in the industry. This year's my 20 years in the industry. But if I just see everything that Prithvi has achieved in comparison with myself, he's achieved so much more as a creative person because of that sheer dedication, passion, and single-minded focus. And that's amazing. It's amazing to work with somebody like that. He inspires me in many, many ways. And I love the experience of working here. And like I said, I didn't do the film for money. Liston promised me a Ferrari. Liston promised me a Ferrari at the end of the film. Success. I'm sure he'll bring one toy Ferrari and give it to me, knowing Liston. No, didn't do it for money for a simple reason. I really loved the experience of working with this team and just spending time with these amazing people. You know, working with legendary director like Shaji Aiton was also an amazing experience. Working with this ever-smiling guy, Liston, was also amazing. I mean, you know, we were shooting a massive action sequence. Our climax was going on. And Liston comes smiling to me and said, "Sir, back up." And I'm thinking, it's just 2:33 in the morning. We are supposed to shoot till 4-5:30 in the morning. Why is he saying back up? And he's smiling. He says, "Go, sir, no problem, sir. Tomorrow we'll shoot." I'm thinking, okay, what happened? Only next day I find out that there was actually like a riot kind of situation in the set, and he was smiling. So this kind of amazing team, it was a dream team to work with. I really enjoyed it. And of course, the role of Joseph was also a very exciting character for me. I mean, to play something like that, I've learned a new word like Pala Achayan. Yeah, so it's kind of like a new species of being. But it was fun. It was fun playing that character, understanding the culture, understanding the relationship, working with Priyanka, working with Seema auntie. It was amazing to work with all these people. It was a really good experience. Okay, in your perspective, is Joseph gonna stand over Bobby? You know, Bobby and Joseph are two different guys completely. See, Bobby is like this charming devil in disguise, right? He just knows smoothly how to make his things happen, how to lie, how to manipulate, how to cheat. He'll play anything. Joseph is actually the other end of the spectrum. So if you look at Kurvacha is larger than life. Kurvacha is rough. Kurvacha is Kaduva is very local. Joseph is the opposite. Joseph is dignified, educated, classy, well-traveled. He lives in Trivandrum also, comes back home also. He has the authority and the power that kind of authority gives him, that uniform gives him. He's a good cop. He's an honest cop. He's a good Christian who loves to go, to church every Sunday. He's a pillar of his community. He's a good father, good husband, wonderful son. He's really wants to make his mother proud, his family honor, name, everything means a lot to him. What I loved about Joseph's character is to see one small sin, right, which is the sin of arrogance, the sin of ego. One small thing like that becoming like a virus, in his mind and corrupting him. He could have easily just sorted the situation with Kaduva. He could have just said, "Listen, man, it's okay, sorry, forget about it." But that one ego, that male ego, that drove him to say, "No, I'm going to hit back. If he gave me one, I'll hit him two." That drives you to do things that you would not do normally, and then takes you down a very, very negative spiral. So for me, Joseph's character was exploring that kind of story where a regular guy, a good guy, can take things to such a point just out of ego. This overcompensation, over-attacking for something that somebody has done to him. That I've never done in 20 years of my career. I've never done a character like that. So for me, it was a very different exploratory journey. I didn't want to play Joseph like a very larger-than-life guy who's, pulling his collar. I've done a lot of that. For me, I wanted to play a very serious, simple, honest guy who's looking straight. Bobby's still very stylish. Joseph is very, very real. Nice. So we're looking forward to see you on the screen as Joseph Chandy. Thank you, man. Yeah, and Samyukta, it's to you. Like, how was your experience in Kaduva? Like, maybe a couple of movies with Tovino, and then now with the brand Prithviraj Sukumaran. And how was it? How was Kaduva, the experience? എനിക്ക് കടുവ അത് സിനിമയുടെ എഡിറ്റിംഗ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ പ്രധാന ചലഞ്ച് എന്ന് പറയുന്ന മരുഭൂമിയിലെ ഷൂട്ട്, ഈ ഫോറിൻ രാജ്യത്ത് ഷൂട്ട് ചെയ്യുന്നത്, അത് പൂർണ്ണമായും കഴിഞ്ഞു. അതൊരു വലിയ സമാധാനമാണ്. ഇത്രയും ഒക്കെ നമ്മൾ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടും
എവിടെയും ഒരു കോംപ്രമൈസിലേക്ക് ആ സിനിമ പോയില്ല എന്ന് പറയുന്നത് 100% ബ്ലസ്സി എന്ന സംവിധായകന്റെ അദ്ദേഹത്തിന്റെ ഒരു കഴിവും അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റും കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ്. റഹ്മാൻ സാർ വന്നിരുന്നു. ഇൻഫാക്ട് റഹ്മാൻ സാർ ഞങ്ങളുടെ ഈ സിനിമയോട് കാണിക്കുന്ന ഒരു സ്നേഹം ഞങ്ങൾക്ക് ഭയങ്കര പ്ലസന്റ്ലി സർപ്രൈസിങ് ആണ്. അദ്ദേഹത്തിന് ഒറിജിനലി ഞങ്ങൾ പറഞ്ഞിരുന്നത് ഒറിജിനൽ പ്ലാൻ സിനിമയിൽ റീ റെക്കോർഡിങ്ങും ഒരു പാട്ടും എന്നുള്ളതാണ്. ഈ സിനിമയുടെ വർക്ക് തുടങ്ങി കഴിഞ്ഞിട്ട് അദ്ദേഹമായിട്ടാണ് ഇങ്ങോട്ട് 3 പാട്ടുകൾ തന്നത്. പിന്നെ റഹ്മാൻ സാർ എന്നെ ബ്ലസ് ചേട്ടനോട് ഇന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലേ, അവിടെ റീ റെക്കോർഡിംഗ് വേണം, ഒരു ചെറിയൊരു പാട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വേറൊരു ബെദോയിൻ ബേസ്ഡ് ഒരു സോങ് ഇപ്പൊ ഈ ഷെഡ്യൂളിന്റെ സമയത്ത് വീണ്ടും അയച്ചു തന്നു. വെറുതെ ചോദിച്ചാണ് സാർ വരുമോ ജോർഡനിലേക്കെന്ന്. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുകൊണ്ട് ഞാൻ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് നേരെ അങ്ങോട്ട് നിങ്ങളുടെ ലൊക്കേഷനിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് വന്നു. ഒരു 2.5 days ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ റഹ്മാൻ സാറിനെ ഉൾപ്പെടുത്തി ആടുജീവിതത്തിന് വേണ്ടി ഒരു മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്തു. അത് അദ്ദേഹമാണ് ആ മ്യൂസിക് വീഡിയോയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസിനോട് അടുപ്പിച്ച് ഞങ്ങൾ ആ പാട്ടും ആ മ്യൂസിക് വീഡിയോയും റിലീസ് ചെയ്യും. അദ്ദേഹം അവിടെ വന്ന് ഞങ്ങളുടെ ക്രൂവിനോട് പെരുമാറിയതും ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചതും ആ സീൻ എടുത്തത് എന്നെ കാണിക്കാമോ, ഫുട്ടേജ് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞതും എല്ലാം അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് നമ്മളെന്തോ ഭയങ്കര സംഭവം കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ഫീലിംഗ്. അപ്പൊ അതിന് അദ്ദേഹത്തോട് വലിയൊരു നന്ദിയുണ്ട് ഞങ്ങൾക്ക്. ആൻഡ് ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെ വർക്ക് ഇൻ ദ ഫിലിം ഇസ് വെരി ഗുഡ്. രാജേട്ടൻ മുമ്പ് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമ അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ മറ്റു അന്യഭാഷ ചിത്രങ്ങളോട് കാണിക്കുന്ന ഒരു അധിനിവേശം നമ്മുടെ ചിത്രങ്ങളോട് കാണിക്കണം, മലയാള ഭാഷ കാണിക്കണം. ഇന്ന് നമ്മളുടെ ഒരു ചിത്രം മറ്റു അന്യഭാഷ ഭാഷകളിൽ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് അല്ലെങ്കിൽ ഇന്നും മറ്റു ഭാഷാ ചിത്രങ്ങളോട് കാണിക്കുന്ന ഒരു അധിനിവേശം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ആ ഒരു ഇത് ഇന്ന് മറ്റുള്ള ഓഡിയൻസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ബേസിക്കലി ഞാൻ നേരത്തെ കടുവയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു എക്സ്ട്രപ്പുലേഷൻ ആണ് ഇപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം. കാരണം എന്താണ് നമുക്ക് ഇവിടെ കിട്ടുന്നില്ല മറ്റു ഭാഷകളിലേക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു തോന്നൽ വരുന്നത് എവിടെയാണ്, എത്തരം സിനിമകളിലാണ് അല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ലാർജർ ദാൻ ലൈഫ് ആക്ഷൻ മാസ് എന്റർടൈനേഴ്സ് ആണ് നമുക്ക് എപ്പോഴും. മലയാളത്തിലത്തെ സിനിമകൾ ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരു അടിച്ചുപൊളി ഫസ്റ്റ് ഡേ തിയേറ്റർ എക്സ്പീരിയൻസ്. ഓഫ് കോഴ്സ് വല്ലപ്പോഴും ഉണ്ടാവും, അതല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുക അന്യഭാഷ ചിത്രങ്ങളിലാണെന്നൊരു നെറേറ്റീവ് ഇവിടെ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ അത്തരം സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാകണമെന്ന്. ഇപ്പൊ ഈ ഒറ്റ സിനിമ ഞാൻ ഡബ് ചെയ്ത് 5 ഭാഷകളിൽ അതാത് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകൾ റിലീസ് ചെയ്തുകൊണ്ട് ഈ ഒരൊറ്റ സിനിമ കൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി മറിഞ്ഞ് എല്ലാം ഭയങ്കരമാകും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷെ ഇത് എവിടെയെങ്കിലും തുടങ്ങണ്ടേ, എവിടെയെങ്കിലും തുടങ്ങണമല്ലോ. അടുത്ത സിനിമയാകട്ടെ, അല്ലെങ്കിൽ ഒരു പീരിയഡ് സിനിമ വരുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ ഒരു കേരളത്തിന് പുറത്ത് നടക്കുന്ന ഒരു കഥ ഒരു പാൻ ഇന്ത്യൻ പോലെ നോക്കുക. അങ്ങനെ ഇത് തള്ളി പോകും. മാത്രമല്ല അങ്ങനെ നമ്മൾ ഇതിനെ കണ്ടുകൊണ്ടിരുന്നാൽ ഇത് ചില സിനിമകൾക്ക് മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയായി മാറും. ഈ വൈഡ് റിലീസ് എല്ലാ ഭാഷകളിലുമുള്ള വേർഷൻസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു നോം ആകണം. ഇനിയിപ്പോ ഇങ്ങനെ ആയിരിക്കണം. എന്റെ ആഗ്രഹം ഇനി എല്ലാ വലിയ മലയാള സിനിമകളും എല്ലാ മേജർ മെട്രോ സിറ്റീസിലും പോയിട്ട് ഇങ്ങനെ പബ്ലിസിറ്റി മീറ്റിംഗ് എല്ലാം നടത്തി ലാസ്റ്റ് വന്ന് ഇവിടെ ഒരു ക്ലൈമാക്സ് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോടൊപ്പം ഇവിടെയാണ് പ്രീ റിലീസ് ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്റെ ആഗ്രഹം. അങ്ങനെയാണ് എന്റെ സിനിമകൾക്ക് മാത്രമല്ല എല്ലാ സിനിമകൾക്കും അങ്ങനെ ആയിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആവട്ടെ. മറ്റാരോടെങ്കിലും ഒരു ചോദ്യം ചോദിക്കണം തോന്നുന്നു? Yes, I can. Sir, my question is to Mr. Vinay Gobrai. What do you think nowadays South Indian movies are getting more response? Okay. What do you think? As a Bollywood actor, what do you think? The change happening slowly. We are getting more response and audience. What is your opinion about the South Indian film industry as now? No, it's amazing. I'm really, really happy for all my friends, my family in South India for the success that they're achieving. And the quality of Southern cinema has always been amazing. I truly believe that technicians from the South, directors, writers, DOPs, they have been not just in a best in India class, but world class. And I'm really, really happy that they're getting pan-India national recognition. People are enjoying their stories because I truly believe that emotion has no language. If you can connect with people and they enjoy the story, it's amazing. And OTT, I think, is making the world smaller. Because suddenly you and I are sitting here and watching a Korean show called Squid Game. And we're both loving it and writing about it, right? It has nothing to do with either Malayali culture or Punjabi culture or any kind of Indian culture. And yet, we are connecting with it because it's a great story and it's well told. I think that is making the world a smaller space, and I'm looking forward to the time where we
remove the geographical boundaries and start to collaborate a lot more. Part of the reason why I consciously decided that I want to do one film in each southern language at least, and open my mind and my heart out to collaborate with all my southern colleagues and said, listen man, if you ever need me, I'm here, I'm there with you, forget about money, forget about everything else, I really want to be a part of your cinema also, and build that relationship. And I've really enjoyed between these two films my association with Malayalam cinema, and I'm looking forward to doing a lot more. We are happy, sir. Such a great actor incorporating with us. It's very happy to us also. Thank you for the love. Thank you so much. ലിസ്റ്റിൻ്റെ അടുത്താണ് ലിസ്റ്റിൻ ഇവിടെ ലിസ്റ്റായി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഏറ്റവും ലിസ്റ്റിൽ നിർമ്മിച്ച സിനിമയിൽ ഏറ്റവും പണം മുടക്ക് കൂടുതലുള്ള സിനിമയാണെന്ന് ലിസ്റ്റ് പറഞ്ഞു. അത് നമ്മൾ സിനിമ കണ്ട് നമ്മൾ പ്രേക്ഷകർ വിലയിരുത്തുകയും ചെയ്യും ആ സിനിമ അത്രമാത്രം പണം മുടക്കിയിട്ടുണ്ടെന്ന്. മറ്റൊരു കാര്യം, ലിസ്റ്റിന് ഈ ലൊക്കേഷനിൽ പല ദിവസങ്ങളും ലിസ്റ്റിൽ പങ്കെടുത്താണ്. പല വിവാദങ്ങളും ലൊക്കേഷനിൽ ഉണ്ടായതാണ്. അവിടെ ഒരു സമരം നടത്തിയിരുന്നു, ലൊക്കേഷനിലൊക്കെ ഒരു മാർച്ച് നടത്തിയിരുന്നു. അതോടൊപ്പം കോടതിയുമായി വലിയൊരു പോരാട്ടം നടത്തി. അങ്ങനെയാണ് ഈ സിനിമ റിലീസ് നിർത്തുന്നത്. അത് എങ്ങനെയാണ്, ആ ഒരു പോരാട്ടം എങ്ങനെയാണ് കാണുന്നത്? കോടതിയിൽ നിന്ന് ഒരു വിധിയുടെ കാര്യം ഉണ്ടായി, കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ വന്നിരുന്നു. അത് കോടതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി എന്ന് പറയുന്നു, അവർ പറയുന്നു അനുകൂലമായിട്ടില്ല എന്ന്. വീണ്ടും അവർ ഈ കോടതിയിൽ പോകുന്നു, ഇരുന്നാലക്കുട കോടതിയിൽ പോകുന്നു എന്ന് പറയുന്നു. അതെങ്ങനെയാണ് കാണുന്നത്? ഇല്ലല്ല, അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ വിമാനം ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, എബി എന്ന് പറയുന്ന സിനിമയായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടിട്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇതൊരു പ്രോസസ്സാണ്. ഒരാൾ കേസ് കൊടുക്കുന്നു, നമ്മൾ അതിനെ അഗൻസ്റ്റ് ആയിട്ട് ഈവൻ കൊടുക്കുന്നു. കുഴപ്പമില്ല, പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് സ്മൂത്തായിട്ട് നിന്നിട്ടുണ്ട് അല്ലേ? ഈ അവിടെ ഉണ്ടായിരുന്നത് നിങ്ങളിപ്പോൾ ലൊക്കേഷൻ എല്ലാം സാറ് പൃഥ്വിരാജ് ഉള്ളപ്പോൾ നിങ്ങൾ അവിടെ രണ്ടുപേരും ഉണ്ടാകുമ്പോൾ കുറെ രസകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഓർത്തെടുക്കാൻ പറ്റിയ ഒരു അനുഭവം എന്തായിരിക്കും പൃഥ്വിരാജുമായിട്ട് അവിടെ ഉണ്ടായ രസകരമായ അനുഭവം? അല്ല, ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിട്ടിരിക്കുമായിരുന്നു കോട്ടയത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്ലൈമാക്സ് ഒരു 8-9 ദിവസമായിരുന്നു പ്ലാൻ ചെയ്തത്. അത് പക്ഷേ ഒരു 14 ദിവസത്തോളം പീവിന് പോയി. അതുകൊണ്ടിട്ട് ഒത്തിരി ക്രൗഡ് ഉണ്ടായിരുന്നു. 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ, പിന്നെ പള്ളി പെരുന്നാൾ, അങ്ങനത്തെയുള്ള ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു. അപ്പം ഇതിങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. മുമ്പേ വിയോബ്രോയി തന്നെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യും, പിന്നെ അതങ്ങനെ എന്തെങ്കിലും ഒരു കാരണവശാൽ അത് നിന്നു പോവും, പിന്നെ വീണ്ടും അത് നെക്സ്റ്റ് ഡേ ഷൂട്ടാണ്. അപ്പോൾ അങ്ങനെ ഡേറ്റ്സ് തള്ളിപ്പോയപ്പോൾ വിയോബ്രോയ്ക്കും ഡേറ്റ് ഇല്ല. രാജുവിനാണേലും ഇത് തീർത്തിട്ട് ആടുജീവിതത്തിൻ്റെ തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാനവിടെ നമ്മൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുക, വലിയ സെറ്റപ്പ് അവിടെ ഉണ്ട്, പള്ളി പെരുന്നാൾ, ആളുകൾ, കടകൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ പോത്തുകൾ, പന്നിക്കൂട്ടങ്ങളൊക്കെ ഇപ്പം ഇവനുണ്ടായിരുന്നു. അപ്പോൾ 10-500 പന്നികൾ വന്നു കഴിഞ്ഞപ്പം ഇവൻ പറഞ്ഞ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അവിടെ ഉള്ളവർ തന്നെ അതിന് തന്നെ ഭയങ്കര മണമായിരുന്നു. അതുകൊണ്ടിട്ട് അതെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഈ പോത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പമുള്ള പോത്താണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ഒത്തിരി പോത്തുകളുണ്ട്. അപ്പോൾ അതിനാണെങ്കിലും ഇത് ഡെയിലി ഭയങ്കര എക്സ്പെൻസ്. ഇതിനൊരു 1.5 ലക്ഷം രൂപ ആവും. അത്രയും പോത്തുകൾക്ക് 1.5-2 ലക്ഷം രൂപ ആവും ഭക്ഷണം തന്നെ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കൊടുത്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡേറ്റ് ഇങ്ങനെ തള്ളിപ്പോയപ്പോൾ പറഞ്ഞ്, അതായത് ഇവർക്ക് ഡേറ്റ് ഇല്ല, അതായത് വിയോബ്രോയ്ക്ക് ഡേറ്റ് ഇല്ല, എനിക്ക് പോകണം ലിസ്റ്റിന്, ഇത് പെട്ടെന്ന് എൻ്റെ എടുത്തിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് പറയാം, എനിക്ക് വേറെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പോത്ത് തന്നവൻ പറഞ്ഞ്, ലിസ്റ്റിനെ നാളെയും കൂടെ ഉള്ള ഈ പോത്തിൻ്റെ ഷോട്ട് എടുക്കുന്നില്ല. പോത്തിനോട് പറഞ്ഞ്, ലിസ്റ്റിനെ ഈ ഞായറാഴ്ച ഇത് വെട്ടമുള്ള പോത്താണ്, നിങ്ങൾ ഷൂട്ട് ചെയ്യുകയോ ഷൂട്ട് ചെയ്തില്ലയോ. അതിൻ്റെ അത് ഞാൻ പറഞ്ഞു, എടാ നീ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യും, ഇതിനുള്ള ഭക്ഷണം നമ്മൾ ഇപ്പോൾ കൊടുക്കാം, നമ്മൾ തരാം. ഭക്ഷണത്തിൻ്റെ അല്ലേ, നിങ്ങൾ ഭക്ഷണം തന്നാലും പൈസ ഒന്നുമല്ല പ്രശ്നം, ഈ ഞായറാഴ്ച വെട്ടാൻ പോത്തില്ല, സംഗതി ഞായറാഴ്ച പോത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് ഷാജിനോട് പറഞ്ഞു, ഷാജിയുടെ ഇപ്പം വിവേബ്രോയ്ക്ക് ഡേറ്റ് ഇല്ലായിരിക്കും, പൃഥ്വിരാജിന് ഡേറ്റ് ഇല്ലായിരിക്കും, പക്ഷെ പോത്ത് അവിടെ കിട്ടത്തില്ല, പോത്തുകാരൻ ഏതായാലും ഞായറാഴ്ച ഉണ്ടാകത്തില്ല, അതുകൊണ്ടിട്ട് നീ പോത്തിനോട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം, ഞാൻ എങ്ങനെയാണ് പോത്തിന്. അപ്പൊ ഷാജിച്ചേട്ടനും ആ ഒരു ഇതിൽ നിൽക്കുവാണ്, കാര്യം എങ്ങനെയാണ് ഷൂട്ട് നടക്കുന്നത്. കാര്യം അപ്പൊ അവിടെ ചപ്പാത്തി കിട്ടിയില്ല, ഒരുത്തിന് പൂത്ത ചപ്പാത്തിയാ. ഇത് നമ്മളാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, ഓരോ കടകളിൽ നിന്ന് വാങ്ങുന്നതല്ലേ. ഇതുകൂട്ടുള്ള വർത്തമാനങ്ങളുടെ ഇടയിൽ അപ്പം പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പോത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആർട്ടിസ്റ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇനി പറയുന്നുണ്ട് ഈ അടുത്ത സമയത്ത് റിയലിസ്റ്റിക് സിനിമകളാണ് മലയാളത്തിൽ കൂടുതൽ വന്നിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ അന്യഭാഷാ സിനിമകളിലൊക്കെ ഈ നായകൻ അമാനുഷിക കഥാപാത്രം പോലെ തല്ലുന്നു, പോലീസിനെ അടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ വരും. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് വരുമ്പോൾ അതിനെന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ, ഒരു നിരൂപക വശത്ത് നിന്ന് ഒരു എഴുതിക്കൊല്ലുന്ന രീതി പ്രവണതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണും? രാജുവിനോടോ? എല്ലാ സിനിമകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണം എന്നൊരു ക്യാവിയേറ്റ് ഒന്നും ആർക്കും വെക്കാൻ പറ്റില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സിനിമയുടെ റിലീസിന് മുമ്പായിട്ട് വളരെ ഓണസ്റ്റ് ആയിരിക്കണം ആ സിനിമയുടെ മേക്കേഴ്സ്. ഇപ്പൊ നിങ്ങളോട് ഈ സിനിമ എന്താണെന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പൂർണ്ണ സത്യസന്ധതയോടുകൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഇത് എത്തരത്തിലുള്ള സിനിമയാണ്, എത്തരത്തിലുള്ള സിനിമ ചെയ്യാനാണ് ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്, എത്തരത്തിലുള്ള സിനിമ കാണാൻ പ്രതീക്ഷിച്ച് വേണം നിങ്ങൾ വരാൻ, എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോ ആ കാര്യത്തിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ പറഞ്ഞാലും നായകൻ 10 പേരെ ഇടിക്കുന്ന സീൻ ഇതിലുണ്ട്. നായകൻ ഭയങ്കരമായി 5-6 പേര് ഒരുമിച്ച് വന്നാലും നായകനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് തോന്നിക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ ഇതിലുണ്ട്. അതെല്ലാം ഈ സിനിമയിലുണ്ട്. ഒപ്പം അത്തരം സീനുകൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയും ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അല്ലാതെ കുറെ ഒരു 5 ഫൈറ്റ് എടുത്തിട്ട് ഈ ഫൈറ്റുകൾക്കിടയിൽ കുറച്ച് സീനുകൾ കുത്തിക്കയറ്റി അങ്ങനത്തെ ഒരു സിനിമയല്ല. അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്ലോട്ട് ഉണ്ട്, കഥയുണ്ട്. ആ കഥാഗതി സഞ്ചരിക്കുന്ന രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാൽ ഈ പറഞ്ഞ എല്ലാം ഇതിലുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ഒരാൾക്ക് 7 പേരെ ഇടിക്കാൻ പറ്റുമോ എന്നൊക്കെയാണെങ്കിൽ ഈ സിനിമയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഈ സിനിമ ഞാൻ കണ്ടു, തിയേറ്ററിൽ ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് ആക്ഷൻ സിനിമകളും ഇത്തരം ഫൈറ്റുകളൊക്കെ കാണാൻ ഇഷ്ടമാണ്. ഒപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥയും രസകരമായിട്ടുള്ള കുറെ സീനുകളും ഞാൻ കണ്ടു എന്നതാണ് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തോന്നേണ്ടത് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് സിനിമയ്ക്ക് ഒരു ക്ലെയിമും ഇല്ല. അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഇത്തരത്തിലുള്ള സിനിമയാണെന്നോ അത്തരത്തിലുള്ള സിനിമയാണെന്നോ ഒരു അവകാശവാദങ്ങളും ഇല്ലാത്ത സിനിമയാണ്. പിന്നെ എനിക്കൊരു തോന്നലുണ്ട്, നമ്മൾ മലയാളത്തിൽ നല്ല സിനിമകൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോൾ. ഒപ്പം ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാകണം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഒരു ഒരു പ്രത്യേക ടൈപ്പ് സിനിമകൾ ചെയ്യാൻ പറ്റാത്ത ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. എന്നൊരു നരേറ്റീവ് ഉണ്ടാകാൻ പാടില്ല. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. തമിഴിലും ഹിന്ദിയിലും ഒരുപാട് മികച്ച വെബ് സീരീസുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഈ വെബ് സീരീസ് അഭിഷേക് ബച്ചൻ, മാധവൻ, പിയുടെ തമിഴിൽ ഇറങ്ങിയ സുഴൽ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് മികച്ച പ്രതികരണം കിട്ടി. അപ്പം പൃഥ്വിരാജിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു വെബ് സീരീസ് പ്രതീക്ഷിക്കാമോ? ഓൾറെഡി ഇന്ത്യയിലെ ലീഡിംഗ് പ്ലാറ്റ്ഫോംസ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനെ സമീപിച്ചു കഴിഞ്ഞു. ഒരു വെബ് സീരീസ് ചെയ്ത് അവർക്ക് കൊടുക്കാമോ എന്ന ചോദ്യമായിട്ട്. അതിൽ ഒരെണ്ണം മോർ ഓർ ലെസ് ചിലപ്പോൾ ഞാൻ ഗ്രീൻ ലൈറ്റ് ചെയ്ത് അത് ചിലപ്പോൾ നടന്നേക്കാം. ഞാൻ അഭിനയിക്കുന്ന ഒരു വെബ് സീരീസിനെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രാരംഭഘട്ട ചർച്ച നടക്കുന്നതേ ഉള്ളൂ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഈക്വലി ഡിസേർവിംഗ് ആണ്. ഇപ്പോ വിവേകിന്റെ ഇൻസൈഡ് എഡ്ജ് എന്ന് പറയുന്ന വെബ് സീരീസ് ഇസ് സച്ച് എ ഹ്യൂജ് സക്സസ്. യു ആർ ഓൺ സീസൺ 3 നൗ. ഓൺ സീസൺ 3 വിവേക് രോഹിത് ഷെട്ടി ചെയ്യുന്ന ഇന്ത്യൻ പോലീസ് എന്ന് പറയുന്ന സീരീസിൽ സിദ്ധാർത്ഥ് മൽഹോത്രയും വിവേകുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അറിയാം അതിന്റെ റവന്യൂ എന്താണ്, ആദ്യത്തെ സീസൺ എത്ര രൂപയ്ക്കാണ് അവർ മൗണ്ട് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം. അത് അത്രയും സ്കെയിലുള്ള ഒരു ബോളിവുഡ് ഫിലിമിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് കറന്റ് അണ്ടർ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സിനിമയ്ക്ക് അത്ര വലിയൊരു ബഡ്ജറ്റ് ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊരു ലെജിറ്റിമേറ്റ് ഒരു ഫോം ഓഫ് എന്റർടൈൻമെന്റ് ആണ് ഇത്. ഐ വുഡ് ലവ് ടു ഡു ഇറ്റ്. എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വെബ് സീരീസിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യം തന്നെയാണ്. ഇതുവരെ ചോദിച്ചിട്ടില്ലാത്തവര് ചോദിക്കുന്നതായിരിക്കും. സാർ പറഞ്ഞല്ലോ സച്ചി സാർ തുടങ്ങി വെച്ച ഒരു ഈഗോയിസ്റ്റിക് ക്യാരക്ടേഴ്സ് അതിന്റെ ഒരു ട്രിലോജി ആയിട്ട് ഈ സിനിമ പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞല്ലോ. അപ്പോ നമ്മള് അതിലെ അയ്യപ്പനും കോശിയിലെ ആ കോശി കുര്യന്റെ ഒരു ആ ലുക്സും ആ ഒരു പിക്ചറും പിന്നെ ഇതിൽ കടുവയിലേക്ക് വരുമ്പോൾ കടുവാക്കുന്നിൽ കുറുവാച്ചന്റെ ഒരു പിക്ചർ തമ്മിൽ ഒരു സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ആ ഒരു ക്യാരക്ടേഴ്സ് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും എലിമെന്റ്സ് ഇതിലുണ്ടോ? സത്യത്തിൽ ഈ മെയ്ഡ് ഈഗോയുടെ ട്രിലജി എന്ന വാക്യം സച്ചിയാണ് എന്നോട് ആദ്യം പറയുന്നത്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് അയ്യപ്പനും കോശിയും കഴിഞ്ഞ് സച്ചി എന്നെ വെച്ച് അടുത്ത ചെയ്യാനിരുന്ന സിനിമ വിലായത്ത് ബുദ്ധയാണ്. വിലായത്ത് ബുദ്ധ കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിലും 2 ആൾക്കാർ തമ്മിലുള്ള ഒരു ഈഗോ ടസിലുണ്ട്. അന്ന് സച്ചിയാണ് തമാശക്ക് എന്നോട് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ മെയിൽ ഈഗോ ട്രിലജി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അതിനിടയിൽ കടുവ വന്നു. കടുവയും അതുപോലത്തെ ഒരു സിനിമയാണ്. വിലായത്ത് ബുദ്ധ ഞാൻ ചെയ്യുന്നുണ്ട്.
സച്ചിയുടെ അസോസിയേറ്റും എന്റെയും അസോസിയേറ്റ് ആയ ജയൻ നമ്പ്യാറാണ് ഇതിപ്പോ ഡയറക്ട് ചെയ്യുന്നത്. ഇതില് കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്ന് പറയുന്ന കഥാപാത്രവും കോശി കുര്യനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം കോശി ഒരു അണ്ടർ അച്ചീവറാണ്, കോശി ഒരു ഉഴപ്പനാണ്, കോശി ലൈഫിൽ വലിയ ആസ്പിറേഷനോ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഇങ്ങനെ എന്തായാലും അപ്പന് കുറച്ച് സ്വത്തൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി നടത്തി അയാളുടെ വെള്ളോടിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞിട്ട് ഉഴപ്പനാണ്. കുറുവച്ചൻ അതല്ല, കുറുവച്ചൻ ഭയങ്കര അച്ചീവറാണ്, ഭയങ്കര സക്സസ്ഫുൾ ബിസിനസ് ആണ്, സക്സസ്ഫുൾ പ്ലാനറാണ്, ഭയങ്കര പ്രൗഡ് ഫാമിലി മാൻ ആണ്. അയാളുടെ നാട്ടുകാർക്കും അയാളുടെ വീട്ടുകാർക്കും എല്ലാം ഭയങ്കര ഉപകാരവും സഹായവും ചെയ്യുന്ന ഒരാളാണ്. അത് തന്നെയാണ് ആക്ച്വലി ജോസഫ്, സെയിം ആണ് ജോസഫ്. ഇൻഫാക്ട് കുറുവച്ചൻ ജോസഫും തമ്മിൽ ആദ്യം കാണുന്ന സീനിൽ കുറുവച്ചൻ ജോസഫിനോട് ആദ്യം പറയുന്നത്, എടോ താൻ ഞങ്ങൾ പാലാക്കാരുടെ അഭിമാനമാണ് കേട്ടോ എന്നാ ജോസഫിനോട് കുറുവച്ചൻ ആദ്യം പറയുന്നത്. അപ്പൊ അത്തരത്തിൽ രണ്ട് ക്യാരക്ടേഴ്സ്, അപ്പൊ അതിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ. Sorry? The question is to Vivek Operation. Okay. So we have some huge fans of the show inside at here. Thank you. Actually, we would like to know if there will be a 4th season coming up for the same. Even I would like to know. Alright, so it's not being confirmed or nothing. No, I think the contract that we all signed was a 3-season contract. It's one of Amazon's most successful shows, and Prime Video's very excited about planning the future of it. Because I think it was also India's first Emmy-nominated show. Well, for both the platform, for all of us involved. But I think the plan is to decide whether to do a 4, 5, 6. You know, you have 1, 2, 3. Then whether there is a plan to decide a 4, 5, 6, which is why the end of 3 is open-ended, because they may look at doing that. But that's a big commitment from everybody involved, right? So we started when nobody even heard of OTTs in India at that time, and now it's a big craze. So currently with the same platform, with Prime Video, I'm doing India's biggest show, I think. It's called Indian Police Force, which Rohit Shetty has created his, like you have the Marvel Comics universe, the MCU, you have the RCU, which is Rohit's cop universe. And he's mounted that on a phenomenal scale. I was just sharing with Prithvi the other day that this is allowing us to explore a certain kind and style of content making, which normally films will not allow you to do. So it's very exciting, and I hope that both of us get to do something exciting together on the OTT space. Rajata, one question. So this will be the last question. The last question. ലാലേട്ടന്റെ കൂടെ ലൂസിഫർ ബ്രോഡായി ഇതിലൊക്കെ അഭിനയിച്ചു. അപ്പം ആക്ഷൻ ലൂസിഫറിൽ രാജുവേട്ടൻ നേരത്തെ പറഞ്ഞു, ലൂസിഫറിനെ കുറിച്ച് ഇപ്പോൾ ഷാജിയേട്ടന്റെ ഫിലിമിന്റെ ഇതിന്റെ ഒരു ആക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതേപോലത്തെ ആക്ഷൻ ഫിലിം ഇപ്പം വെയിറ്റിംഗ് ആയിട്ടുള്ള ഇപ്പം ഇവിടെ ഇപ്പം ലാലേട്ടൻ ഫാൻസ് ഉണ്ടാവും, മമ്മൂക്ക ഫാൻസ് ഉണ്ടാവും, രാജുവേട്ടൻ ഫാൻസ് ഉണ്ടാവും. താങ്ക് യു. ഇപ്പം ഓക്കെ, അപ്പം ഇനിയിപ്പം മമ്മൂക്കായുമൊത്ത് ഒരു ആക്ഷൻ പടം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഇനി പ്രതീക്ഷിക്കാമോ പ്രേക്ഷകർ? അയ്യോ, എനിക്ക് നമുക്ക് വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ ഉറപ്പായിട്ട് ഞാൻ വണ്ടി എടുത്ത് വീട്ടിൽ പോകും. അപ്പൊ ഈ ലൊക്കേഷന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഷാജിയേട്ടൻ ഈ മമ്മൂക്കനെ വെച്ചിട്ട് ഒരു പടം, ഒരു ആക്ഷൻ പടം എടുക്കണം എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും എന്നോട് അങ്ങനെ ഒരു സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നെ ഇപ്പൊ ഷാജിയേട്ടനാണെങ്കിൽ ഉറപ്പായിട്ട് എടുത്തൊന്ന് സംസാരിക്കാമല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് ആ സബ്ജക്ട് ഇഷ്ടപ്പെട്ടാൽ ഞാൻ തന്നെ വണ്ടി എടുത്ത് പോയി മമ്മൂക്കയോട് സംസാരിക്കും. എനിക്ക് എന്താണ് കുഴപ്പം, എനിക്കല്ലേ ഗുണം. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ കടുവ. താങ്ക് യു സോ മച്ച്. റിലീസ് 30 നിന്ന് മാറ്റി 7-ാം തീയതി. അപ്പോൾ എന്തെങ്കിലും ഈ പ്രൊമോഷന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ? ഞങ്ങൾക്ക് ഒരു സിനിമയുടെ ലിറ്റിഗേഷൻ ഉണ്ടായിരുന്നു, അത് തീരുന്നു. പക്ഷെ ആ ലിറ്റിഗേഷൻ ബേസ് ചെയ്ത് സെൻസറിന് പോകുമ്പോൾ ഒരു പ്രോട്ടോകോൾ ഉള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് സെൻസറിന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഫോർമാലിറ്റി ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് സെൻസർ ആയി. അതാണ് ചിത്രത്തിൽ സംഘടനയുമായി സഹകരിക്കാത്ത നടന്മാർക്ക് ആനുകൂല്യം ഉണ്ടാവില്ല. ഈ 2 വർഷത്തോളം സംഘടനയിലെ പരിപാടികളിൽ പങ്കെടുക്കാത്തവർക്ക് ആനുകൂല്യം ഉണ്ടാവില്ല. ഇന്നലെ അമ്മ സംഘടനയിൽ പറയുകയില്ലായിരുന്നു. അതിനോട് എന്താണ്? എനിക്ക് സത്യത്തിൽ ഇന്നലെ അമ്മ സംഘടനയുടെ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അവിടെ നിന്നൊരു ഇമെയിൽ വരുമായിരിക്കും, ഇതൊക്കെയാണ് സംഘടനയിൽ എടുത്ത തീരുമാനങ്ങൾ. അത് വായിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് അഭിപ്രായം പറയാം. അതുപോലെ തന്നെ ഈ വിജയ് ബാബുവിനെതിരെ
കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം മാത്രം മതി നടപടി എന്നൊരു നിലപാട് കൂടെ അമ്മ എടുത്തിട്ടുണ്ട്. ആ നിലപാടിനോട് പൃഥ്വിരാജിന്റെ പ്രതികരണം എന്താ? തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു 1-on-1 ചാറ്റിൽ ഞാൻ നിലപാട് പറയാം. This I would like to keep the narrative to Kaduva and its promotions.